കർത്താവിന്റെ അവസാന ദിവസം കർത്താവ് വ്യഥ അനുഭവിച്ചു. അതായത് അല്പം പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ, ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്തവൻ, ഒരു കുറ്റക്കാരനെ പോലെ എല്ലാ ശിക്ഷയും അനുഭവിക്കേണ്ടി വന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ യേശു ക്രിസ്തു അനുഭവിച്ചു. ആ യേശു ക്രിസ്തു അത് അനുഭവിച്ചിട്ട് നമ്മളെ ശിക്ഷയില്ലാത്തവരാക്കി വിട്ടു. യേശുവിന്റെ ജീവൻ അതായിരുന്നു. പാപികളായ നമ്മള് ചെയ്യുന്നതും കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം പാപം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്ന നമ്മള്. ആ നമ്മളെ ഒരു കുറ്റവും ചെയ്യാത്തവരായി കണക്കാക്കിക്കൊണ്ട് സ്വർഗത്തിന്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ തക്കോണം നമ്മളെ യോഗ്യരാക്കി തീർക്കുന്ന ആ യേശുവിന്റെ പദ്ധതി, അതാണ് നമ്മളിവിടെ വിവരിച്ചു കേട്ടത്. അപ്പോ നമ്മളുടെ ജീവിതം എങ്ങനെ ചെലവിടണം? യേശു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. ഒരു പാപവും ചെയ്യാത്ത, പാപം വെറുക്കുന്നു, അവനെ പാപമാക്കി തീർത്തു. എങ്കിൽ നമ്മളുടെ ജീവിതത്തെ എത്രമാത്രം വ്യത്യാസപ്പെടുത്താനുണ്ട്? യേശുവിന്റെ ജീവനിലേക്കാണ് നമുക്ക് വരാനുള്ളത്. ആ ജീവൻ നമ്മുടെ ജീവനായി തീരണം. പാപത്തിന് നമ്മൾ മരിക്കുന്നവരായി തീരണം. പാപത്തെ വെറുക്കുന്നവരായി തീരണം. നമുക്കിതുവരെയും പാപത്തെ വെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. പാപത്തെ വെറുത്തിട്ട് പാപം ചെയ്യാതിരിക്കുക. യേശുവിനെ സ്നേഹിച്ചിട്ട് പാപം ചെയ്യാതിരിക്കുക. ആ ഒരു കാര്യത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നമ്മള് Matayi 27-27 മുതൽ വായിക്കുന്നത്, അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവന്റെ തലയിൽ വച്ചു. എന്തിനായി മുള്ളുകൊണ്ടൊരു കിരീടം ഉണ്ടാക്കിയിട്ട് അവന്റെ തലയിൽ വെച്ചത്? അവനെ യഹൂദന്മാർ രാജാവ് എന്ന് അവര് പറഞ്ഞതുകൊണ്ടാണ് അവന് അത് ചെയ്തത്. തലയിൽ വെച്ചു. എന്നിട്ട് വലം കൈയിൽ ഒരു കോലും കൊടുത്തു. എന്തിന്? രാജാവിന് ചെങ്കോലുണ്ട്. അതുകൊണ്ട് ഇത് രാജാവ്, യഹൂദന്മാരുടെ രാജാവ് ചെങ്കോൽ പിടിക്കുന്ന പകരം ഒരു ചെങ്കോൽ അവന്റെ കൈ, ഒരു കോൽ അവന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ രാജാവാണെന്ന്
കാണിക്കാൻ ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു, അവന്റെ തലയിൽ വെച്ചു കിരീടം, രാജാവിന് കിരീടം. പക്ഷെ അത് മുള്ളുകൊണ്ടുള്ളതാണെന്ന് മാത്രം. എന്നിട്ട് അവർ ചെയ്തത് ഒരു കോലും കൊടുത്തു, അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, രാജാവിനെ മുട്ടുകുത്തി നമസ്കരിക്കണമല്ലോ. എന്നിട്ട് പറയുന്നത് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. പിന്നെ അവരുടെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് നീങ്ങി. എന്ത്? അവനെ തുപ്പി, കോൽ എടുത്ത് അവന്റെ തലയിൽ അടിച്ചു. തലയിൽ ഇരിക്കുന്നത് മുള്ള്, കുത്തി കയറുന്ന മുള്ള, നല്ല ശക്തിയുള്ള മുള്ള. ആ ദേശത്ത് അങ്ങനെ മുള്ളുണ്ട്. അതുകൊണ്ട് അപ്പം യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. പിന്നെ അവന്റെ മേൽ തുപ്പി, കോൽ എടുത്ത് അവന്റെ തലയിൽ അടിച്ചു. അപ്പോ ആ തല മുഴുവൻ ഈ മുള്ളുകൊണ്ട് തറച്ചിട്ട് രക്തം നല്ല ഭംഗിയായിട്ട് ഒഴുകുകയാണ്, ഭയങ്കരമായിട്ട് ഒഴുകുകയാണ്. അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പരിഹസിച്ചു. പിന്നെ അവന്റെ മേൽ തുപ്പി. തുപ്പാൻ എന്ത് അറപ്പാണ് നമുക്കുള്ളത്. ഒരു മനുഷ്യൻ നമ്മളെ തുപ്പിയാൽ കർത്താവ് അത് സാധിച്ചു. കോൽ എടുത്ത് അവന്റെ തലയിൽ അടിച്ചു. അവനെ അങ്ങനെ പരിഹസിച്ച് തീർന്നപ്പോൾ അവന്റെ മേലങ്കി അവന് പുറത്തു കൊടുത്തിട്ട് ആ വസ്ത്രം മാറ്റി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു. ക്രൂശിപ്പിക്കാൻ കൊണ്ടുപോകും. അവിടെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ നോക്കി, ശിമോൻ എന്ന് പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. അന്ന് റോമ ഗവൺമെന്റിന്റെ പടയാളികൾക്ക് ഒരു സാധാരണ സിറ്റിസനോട് അവരുടെ അധീനതയിലുള്ളവരാണല്ലോ. അപ്പൊ അവരോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്തേ ഒക്കത്തുള്ളൂ. അങ്ങനെയാണ് ആ കുറേനക്കാരനായ ശിമോനോട് ക്രൂശെടുക്കാനായിട്ട് പറഞ്ഞേ. യേശുവിന് അത് പൊക്കിക്കൊണ്ട് നടക്കാനുള്ള കഴിവില്ലാതായി തീർന്നു. അതുകൊണ്ട് അവനോട് പറഞ്ഞ് എടുക്കാൻ. ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്ത് എത്തി. അവിടെയാണ് ക്രൂശിക്കേണ്ടത്. അതുകൊണ്ടാണ് അവിടേക്ക് ഈ ശിമോൻ ആ ക്രൂശ് എടുത്തുകൊണ്ട് പോയി. സ്ഥലത്തെത്തിയപ്പോൾ യേശുവിനെ കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് രുചിച്ച് നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. കാരണം അത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആ എന്താ പറയുക, ഉണർവൊക്കെ നഷ്ടപ്പെട്ട് സ്വന്തം ജീവനില്ലാത്ത രീതിയിൽ പിന്നെ പ്രവർത്തിക്കും. ബുദ്ധിയില്ലാത്തവൻ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കും. ഈ കയറ്റ് കുടിച്ചാൽ ലക്കില്ലാത്തത്. അതുകൊണ്ട് അവന് അത് കുടിക്കാനായിട്ട് അവന് മനസ്സായില്ല. അവനെ ക്രൂശിൽ, അതിനുശേഷം അവനെ ക്രൂശിൽ തളച്ചു. അവർ ചീട്ടിട്ടു. അവന്റെ വസ്ത്രം പകുത്തെടുത്തു. നോക്കി, യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന സ്വന്തം വസ്ത്രം ആൾക്കാര്, പടയാളികള് അവര് പകുത്തെടുത്തു. ആരൊക്കെയാണ് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയെ? ക്രൂശിച്ച് അവർക്ക് പകുത്തെടുത്തു. അവന്റെ സ്വന്തം വസ്ത്രം പകുത്തെടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവ് ആയ യേശു എന്ന് അവന്റെ കുറ്റസംഗതി അവിടെ എഴുതി വെച്ചു മേലില്. ഒരു മനുഷ്യനെ ക്രൂശിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ തെറ്റ് എന്താണെന്നുള്ളത് ഇന്ന കാരണം കൊണ്ടാണ്
എന്ന് എഴുതി വെക്കണമെന്നുണ്ട്. അങ്ങനെ എഴുതി വെച്ചു. അവന്റെ യേശുവിന്റെ കുറ്റം എന്താണ്? അവൻ യഹൂദന്മാരുടെ രാജാവാണെന്നാണ് കുറ്റം. അത് അവര് പറഞ്ഞല്ലോ, യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ കൈസറുടെ കയ്യിൽ നിന്ന് രാജ്യം പിടിച്ച് സ്വന്തം രാജ്യം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിച്ചതെന്നാണ് അവർ എഴുതിയതിന്റെ അർത്ഥം. അവന്റെ തലയിലേക്ക് മീതെ വെച്ചു, വലത്തും ഇടത്തും 2 കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു. അതുകൊണ്ടാണ് അധർമ്മികളുടെ കൂടെ അവനെ ക്രൂശിച്ചു എന്ന് പറയുന്നത്. അധർമ്മികൾ ആയിട്ടാണ് യേശുവിനെ കണക്കാക്കിയത്. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. കർത്താവിന്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിച്ചു തിന്നവരും രോഗസൗഖ്യം അനുഭവിച്ചവരും ഒക്കെയാണ് എന്ത് ചെയ്തത്? അവർ തലകുലുക്കി അവനെ ദുഷിച്ചു. പിന്നെ പറഞ്ഞ എന്താണ്? മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക. കർത്താവ് പറഞ്ഞല്ലോ, 3 ദിവസം കൊണ്ട് ഞാൻ എന്റെ ഭവനം പണിയും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ അവരെ അങ്ങനെ പറയട്ടെ. നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവപുത്രൻ കൂട്ടിൽ നിറങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ കഴിയില്ല. അവൻ ഇസ്രായേൽ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങിയാകട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രൻ എന്നവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ പരിഹസിച്ചു. അപ്പൊ ലോകത്തിലെ അന്ന് ജീവിച്ചിരുന്നവന്റെ ചുറ്റും ഉള്ളവരെല്ലാവരും അവനെ പരിഹസിച്ചു. ഇവിടെ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി. ഇത് 6 മണി നേരം എന്ന് പറയുന്നത് നമ്മളുടെ 12 ഉച്ചയ്ക്ക് 12 മണി മുതൽ അല്ലേ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഏറ്റവും പ്രകാശിച്ചിരിക്കുന്ന സമയം. ആ സമയത്ത് അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഭയങ്കര കൂരിരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്ക നിലവിളിച്ചു. അതിനർത്ഥം, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അതുവരെ അവന് എന്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവൻ പിതാവും പുത്രനും ആ ബന്ധത്തിലായിരുന്നു യേശു ഉണ്ടായിരുന്നത്. എന്നാല് നമ്മളുടെ എല്ലാവരുടെയും പാപം, യേശുക്രിസ്തു നമ്മളുടെ എല്ലാവരുടെയും പാപം യേശുക്രിസ്തുവിന്മേൽ ഏറ്റെടുത്തിട്ട് ആ പാപത്തിന്റെ പരിഹാരത്തിലാണ് യേശുക്രിസ്തു മരിച്ചത്. അതുകൊണ്ട് അത്രയും പാപം നിറഞ്ഞതുകൊണ്ട് അവന് പിതാവേ എന്ന് വിളിക്കാൻ പറ്റിയില്ല. അവനെപ്പോഴും പിതാവേ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവന് എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചു. എന്നെ കൈവിട്ടതെന്ത്? അവിടെ നിന്നിരുന്നവരെ വിളിച്ചില്ല. അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവനെ പരിഹരിച്ചിരിക്കുകയാണ്. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോൺ എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവനെ കുടിക്കാൻ കൊടുത്തു. കൊടുക്കുമ്പോ ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല
മേൽ തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഇത് യെരൂശലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മില് വേർതിരിക്കുന്നതാണ് ഈ തിരശീല. ആ അതിവിശുദ്ധ സ്ഥലത്ത് ആർക്കും പ്രവേശിക്കാൻ അവകാശമില്ല. ദേവാലയത്തിന് 3 ഭാഗമാണ്. ആ 3 ഭാഗത്തിലെ പ്രാകാരത്തിലാണ് ആൾക്കാരൊക്കെ വന്നു നിന്ന് ആരാധിച്ച് മടങ്ങിപ്പോകുന്നത്. എന്നിട്ട് അതിന്റെ അടുത്തത് വിശുദ്ധ സ്ഥലം. ആ വിശുദ്ധ സ്ഥലത്ത് ആര് വരും? പുരോഹിതന്മാര് വന്നിട്ട് പുരോഹിതന്മാരിൽ നിന്ന് അവരുടെ ശുശ്രൂഷ ചെയ്തിട്ട് അവര് മടങ്ങിപ്പോകും. എന്നാല് അതിവിശുദ്ധ സ്ഥലത്ത് 3ാമത്തെ ഇടം, അതിന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലം എന്നാണ്. വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്യുവർ ആയിട്ടുള്ള. എന്നാൽ ഇതാ അതിവിശുദ്ധ സ്ഥലം, പെർഫെക്റ്റ്. അവിടോട്ട് ദൈവം മാത്രമേ അവിടെ വരത്തുള്ളൂ, വേറെ ആർക്കും കയറാൻ അവകാശമില്ല. എന്നാല് ഈ യഹൂദ പുരോഹിതന്മാർക്കുണ്ടല്ലോ, എല്ലാവർക്കും ഇല്ല, മഹാപുരോഹിതന് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുരോഹിതൻ ആണ്ടിൽ 1 വർഷം, അല്ല ആണ്ടിൽ 1 പ്രാവശ്യം, ആണ്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇയറില്ല 1 പ്രാവശ്യം ഈ അതിവിശുദ്ധ സ്ഥലത്ത് കയറാം. എന്നിട്ട് അത് എങ്ങനെ രക്തവുമായിട്ടാണ് കയറുന്നത്. ഏത് കാളയോ ഒക്കെ അടുത്ത ആ രക്തം അത് വിശുദ്ധമാണ്. അത് വെച്ചാണ് അവര് ആരാധന നടത്തുന്നത്. ഈ രക്തവുമായിട്ട് അവിടെ കയറിയിട്ട് അവര് തിരിച്ചു വന്നാൽ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു എന്നർത്ഥം. തിരിച്ചു വന്നില്ലെങ്കിൽ പാപപരിഹാരോടെ നടന്നില്ല, അവിടെ വീണ്ടും ചത്തുപോകും. അതാ തിരിച്ചു വരിക എന്ന് പറഞ്ഞേ. അതുകൊണ്ടാണ് നിങ്ങൾ അച്ഛന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? അച്ഛന്മാരെന്ന് പറഞ്ഞറിയോ? അവരുടെ ഈ ഇവിടെ ഒരു കെട്ടില്ലേ, അരക്കച്ചല്ല, കെട്ട് നടുക്കെട്ട്. ആ നടുക്കെട്ട് നല്ല ബലമുള്ളതാ. അതെന്തിനാ വെച്ചിരിക്കുന്ന അറിയോ? ഇവരീ അതിവിശുദ്ധ സ്ഥലത്ത് കയറി, പക്ഷെ അവിടെ വെച്ച് വീണുപോയി, മരിച്ചു വീണു. പാപം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അവിടെ മരിച്ചു വീണു. മരിച്ചു വീണ ആളിനെ പിന്നെ എന്ത് ചെയ്യാൻ? അവിടെ ഇട്ടേക്കാരും പോകും, കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടേ. എങ്ങനെ എടുക്കാനും പോകും. അതിനാണ് ഈ നടുക്കെട്ട് കെട്ടിയിരിക്കുന്നത്. അപ്പോ ഒരു കൊളുത്ത് ഇട്ടിട്ട് അത് പിടിച്ച് വലിച്ചെടുക്കും. വലിച്ച് ഇനി കൊണ്ടുവന്നിട്ട് കൊണ്ടുവരും. അപ്പോ മഹാപുരോഹിതൻ പാപം ചെയ്യാതിരുന്നവനായിരിക്കണം. അത്ര വിശുദ്ധമാണ്. അപ്പൊ അങ്ങനെ, പക്ഷെ ഈ യേശു നമുക്ക് എന്ത് ചെയ്തു? യേശു നമ്മളെയും കൊണ്ട് ഈ അതിവിശുദ്ധ സ്ഥലത്ത് കയറി. നമുക്ക് പാപത്തിന്റെ പരിഹാരം പൂർണ്ണമാക്കി തന്നു. ആ പൂർണ്ണമാക്കി തന്ന യേശുവിന്റെ സ്നേഹം, ആ സ്നേഹത്തിൽ വേണം നമ്മൾ കർത്താവ് യേശുവിനെ നമസ്കരിക്കാൻ, യേശുവിനെ ആരാധിക്കാൻ. യേശു ക്രൂശിൽ കയറി അല്ലേ? യേശുവിനെ അവിടെയുള്ള മനുഷ്യരെല്ലാം കൂടെ ക്രൂശിച്ചപ്പോ എന്താണ് നടന്നത്? യേശു ക്രിസ്തു
നമ്മളുടെ എല്ലാവരുടെയും പാപം എടുത്തുകൊണ്ട് ക്രൂശി കയറി പാപത്തിന്റെ പരിഹാരമായിട്ട് അവൻ ക്രൂശി മരിച്ചിട്ട് എന്ത് സംഭവിച്ചു? മരിച്ചു കഴിഞ്ഞപ്പോ അവരെ അന്ന് വൈകിട്ട് കൊണ്ടുവന്ന് അടുത്തൊരു കല്ലറ ഉണ്ടായിരുന്നു, വായിച്ചിട്ടില്ലയോ? ആ കല്ലറയെ കൊണ്ടുവന്ന് അടക്കി, അല്ലേ? അടക്കിയിട്ട് അവര് പോയി. പിറ്റേന്ന് ശബത്ത, അങ്ങോട്ട് പോകാനും നോക്കത്തില്ല. അപ്പൊ അതുകൊണ്ടൊന്നും കണ്ടില്ല. അതിന്റെ അടുത്ത ദിവസം, ഇത് വെള്ളി, ശനി, ഞായറാഴ്ച രാവിലെ കർത്താവിന്റെ അമ്മ മറിയ, പിന്നെ മംഗലക്കാരത്തി മറിയ, പിന്നെ വേറൊരു മറിയും കൂടെ ഉണ്ട്. ആരായിരുന്നു? മഗ്ദലക്കാരത്തി മറിയ, അമ്മ മറിയ, മറ്റേ മറിയ എന്ന് പറഞ്ഞ ശലോമി കൂടെയുള്ള ആ മറിയ. ഇങ്ങനെ 3 മറിയന്മാര് കർത്താവിനെ അതിരാവിലെ അവിടെ ചെന്നപ്പോ കല്ലറ അവര് നോക്കിയപ്പോ അവര് ഈ കല്ലായിരുന്നു, ഉരുട്ടി മാറ്റും, നമുക്കൊന്ന് കാണണം, ഡെഡ് ബോഡി ഒന്ന് കാണണം എന്നും പറഞ്ഞാ പോയേ. ആര് ഈ ഉരുട്ടി ഒന്ന് മാറ്റി തരും എന്നും പറഞ്ഞ് ഭാരപ്പെട്ട അവിടെ ചെന്നപ്പോഴെന്താ സംഭവിച്ചേ? ആ കല്ലറ ഓപ്പൺ, ഇത് മാറ്റി വെച്ചിരിക്കുന്നു. കല്ലറയിൽ ആരുമില്ല. ആ ഡെഡ് ബോഡി അവർക്ക് കാണാൻ പറ്റിയില്ല. അവരാകെ വിഷമിച്ച് നിൽക്കുമ്പോ ഇന്ന് സമയം കഴിഞ്ഞു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു അവര് കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ യേശു ക്രിസ്തു അവരുടെ മുമ്പിൽ വന്നിച്ച് അവരോട് സംസാരിച്ചു. അത്ര വലിയ യേശുവാണ് യേശു. നമ്മുടെ ജീവന്റെ രക്ഷകനാണ് ഈ യേശുവിനെ നമുക്ക് എത്രമാത്രം സ്നേഹിച്ചാൽ പറ്റും, അത്രമാത്രം നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ ജീവൻ കൊടുത്ത് നമുക്ക് ഈ യേശുവിനെ സ്നേഹിക്കണം. കാരണം അവൻ ജീവൻ തന്നാണ് നമ്മളെ സ്നേഹിച്ചത്. നിങ്ങൾക്കൊക്കെ അതിനുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ. ദൈവം അതിന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. 27-ാമത്തെ അധ്യായത്തില് കർത്താവിന്റെ കഷ്ടാനുഭവത്തെ പറ്റി പറയുന്നു. 27 മത്തായി 27:46 ഇങ്ങനെ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ദൈവം കർത്താവും പിതാവുമായിട്ടുള്ളതായ ഫെലോഷിപ്പ് ഒരിക്കലും വിട്ട് പോയിട്ടില്ല. അവർ തമ്മിലുള്ള പിതാവും ഞാനും പിതാവും ഒന്നായിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഈ ഒരു പ്രാർത്ഥന ഈ തൻ്റെ കർത്താവ് പറയും, മൈ ഗോഡ് വൈ ഹാവ് യു forsaken me? Means that 3 hours God has forsaken him. ദൈവം തന്നെ വിട്ടുകളഞ്ഞു. അതെന്തിനു വേണ്ടി വിട്ടുകളഞ്ഞു? എന്നെയും എന്നെപ്പോലുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള കർത്താവ് പിതാവ് തുപ്പലേറ്റു 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. അത് തൻ്റെ പ്രൊഫസി ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. താൻ തുപ്പലിനും നിന്നയ്ക്കും താൻ മുഖം മറച്ചില്ല എന്ന് 50-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ ഉത്തരണിയാണിത്. They spat on him and took the reed and struck him on his head. ഇതേപ്പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞു. ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ് കർത്താവ് ഈ കഷ്ടം സഹിച്ചത്. ആ കർത്താവിനെ ഒരിക്കലും മറക്കാതെയും കർത്താവിന്റെ വഴികളിൽ പോകാൻ നടക്കാനും കർത്താവിനെ സഹായിക്കട്ടെ. കർത്താവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ച് കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കേട്ട് ഒരു സഹതാപം ഉണ്ടാകുന്നതിനേക്കാൾ അധികം
കർത്താവേ, അത് എനിക്ക് വേണ്ടി സഹിച്ചതായതുകൊണ്ട് ഈ ഭൂമിയിൽ ഞാൻ കർത്താവിന്റെ പിന്നാലെ പോവാൻ എനിക്കും കഷ്ടം സഹിച്ച് ക്രൂശെടുത്ത് കർത്താവിനെ അനുഭവിക്കേണ്ടവരായ എന്റെ ക്രൂശെടുത്ത് കർത്താവിനെ നാൾതോറും ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവിനെ കാണിച്ചു തരുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. കർത്താവ് എനിക്ക് വേണ്ടി അത് സഹിച്ചത് കൊണ്ട് കർത്താവ് സഹിച്ചത് എനിക്ക് സഹിക്കണ്ട. പക്ഷെ എനിക്ക് എന്റെ ക്രൂശ് ഓരോ ദിവസവും ഉണ്ടല്ലോ. ഇപ്പം ഈ ഫിലിപ്പിയർക്കെതിരാണെന്ന് തോന്നുന്നു പൗലോസ് പറയുന്നുണ്ടല്ലോ, കർത്താവ് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടം സഹിപ്പാനും കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു. ശരിക്കും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് വരം നൽകിയിരിക്കുകയാണ് കഷ്ടം സഹിപ്പാൻ. അതുകൊണ്ടാണ് ആ ക്രിസ്ത്യാനി കഷ്ടത്തിലൂടെ കടന്നു പോകുന്നതും വേറൊരാള് കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന യഥാർത്ഥ ക്രിസ്ത്യാനി കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നതും അല്ലാത്ത ഒരാൾ കടന്നു പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ആ കർത്താവ് വരം തന്നിരിക്കുന്ന കാര്യങ്ങളിൽ കർത്താവെ അവിടെ താഴ്മയോടെ നിൽപ്പാനും കഷ്ടങ്ങളുടെ മുൻപിൽ പെടുകൊടുക്കാതെ പരാതിപ്പെടാതെ കർത്താവിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ അവൻ ഉയർത്തുന്നത് വരെയും താണിരിപ്പാനും കർത്താവെ എന്നെ സഹായിക്കണമേ. അതിനുവേണ്ട പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിലൊരു ഭാഗം വായിച്ചല്ലോ, അതിന്റെ 23:28 യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. കർത്താവ് അന്നേ പറഞ്ഞിരിക്കുകയാണ് നമ്മളോടൊക്കെ. അങ്ങനെയുള്ള ഒരു കാലമായി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അധികമായിട്ട് വരാൻ പോകുന്നു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയാൻ വരും. വലിയ ഒരു ഭാരം, ഒരാവശ്യം ഉണ്ട്. യോവേൽ പ്രവചനത്തില് ആ ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു. യോവേൽ പ്രവചനം 2:11 അവസാന ഭാഗം മുതല്, യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു, അത് സഹിക്കാവുന്നതിനാ. അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവും അതിനോട് ചേർന്നുള്ള കാര്യങ്ങളുമായി ആണ് ഈ പറയുന്നത്. എങ്കിൽ പോലും ഈ അന്ത്യനാളിൽ നമ്മള് കേട്ടതുപോലെ ഇനി വരുന്ന കാലത്തിന്റെ കഷ്ടം സഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേക കൃപ വേണം. അതിനെന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നത്, പ്രവാചകൻ പറയുന്നത്, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും, യോവേൽ 2:12 ഞാൻ വായിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവിക്കും. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ളവനല്ലോ, അവൻ അനർത്ഥത്തെ കുറിച്ച് അനുഭവിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുഭവിച്ച് തനിക്ക് ഭോജനയാകവും പാനീയയാകവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കേ ഇല്ലയോ? ആർക്കറിയാവുന്ന അവര് പറയുന്നു. പക്ഷെ നമുക്ക് ഉറപ്പുണ്ട് കർത്താവ് ചെയ്യും. കർത്താവ് മഹാകരുണയും ദയയും മനസ്സിലും ദീർഘക്ഷമയുള്ള ദൈവമാണ്. അതുകൊണ്ട് പാപങ്ങളെ കുറിച്ച് അനുഭവിച്ചിട്ട് കർത്താവിന്റെ മുമ്പിൽ പൂർണ്ണ ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ കർത്താവിലേക്ക് തിരിയാനാണ് യോവേൽ പ്രവാചകൻ അന്ന് പറഞ്ഞത്. കർത്താവ് ഇപ്പൊ പറയുന്നതും അത് തന്നെയാണ്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. കർത്താവിനെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും. അതെ, കർത്താവിന്റെ ഈ പങ്കപ്പാടുകളൊക്കെ കാണുമ്പോൾ ഞാൻ എന്നെ ചൊല്ലി ഓർത്താ കരയേണ്ടത്. കർത്താവെ എനിക്ക് വേണ്ടിയാണല്ലോ, ഞാൻ ഇന്നും കർത്താവെ നിന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം ഓർത്ത് ഞാൻ കരഞ്ഞ് കർത്താവിലേക്ക് തിരിഞ്ഞാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും ഒരു എന്തെങ്കിലും ഒരു ചടങ്ങായിട്ട് മാറാനല്ല, ഹൃദയപൂർവ്വം നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്. ഇപ്പം നമ്മള് ശനിയാഴ്ച പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നെങ്കിലും എനിക്ക് കൊച്ചുമക്കളുണ്ട്. സഭയിലുള്ള കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പം ഇവിടെ ഈ സഭയിൽ മാത്രമല്ല, എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ സഭകളിലും, നമ്മുടെ എല്ലാ സഭകളിലുള്ള അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഓർത്ത് കരയാനൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നാണ് യേശു കർത്താവോട് പറഞ്ഞത്. അതുകൊണ്ട് കർത്താവെ ആ ഒരു കാര്യത്തിൽ ശമൂവേൽ പ്രവാചകൻ എന്നോട് അവര് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ശമൂവേൽ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാൻ പാപം ചെയ്യാൻ ഇടയാകരുത്. അപ്പം
പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മളോട് ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാതിരുന്നാൽ നമ്മൾ കർത്താവിനോട് പാപം ചെയ്യുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എനിക്ക് അതിനിട വരരുതേ. എനിക്ക് ദൈവം കൂടി പ്രാർത്ഥിപ്പാൻ വരുന്ന കാര്യങ്ങളൊക്കെയും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയും തരുന്ന എന്റെ കഴിവിലോ എന്റെ അറിവിലോ കുറെ വാക്കുകൾ പറഞ്ഞു തീർക്കുന്നതിനല്ല. കർത്താവ് ആഗ്രഹിക്കുന്ന, ഞാൻ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കണോ അത് പ്രാർത്ഥിപ്പാനുള്ള വരം എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആ കള്ളനോട് ഒരു വശത്തെ കള്ളൻ കർത്താവിനെ ദുഷിച്ചപ്പോ മറ്റേ കള്ളൻ ചോദിക്കുന്നുണ്ട്, നീ കർഷതയിലായിട്ടും നീ ഇതൊന്നും നീ അറിയുന്നില്ലയോ, മാനസാന്തരപ്പെടുന്നില്ലയോ എന്ന് ചോദ്യം കേട്ടപ്പോഴും ഞാൻ വെളിപാട് പുസ്തകത്തിൽ ഒരു കാര്യം ഓർത്ത്, അവരുടെ വ്രണവും വേദനയും കഷ്ടവും ഒക്കെ നിമിത്തം അവർ നാക്ക് കഴിച്ചുകൊണ്ട് ദൈവത്തെ ദുഷിച്ചതല്ലാതെ അവർ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് കർത്താവെ എനിക്ക് ആ അബദ്ധം വരരുതേ. എനിക്ക് ആ അബദ്ധമല്ലത്, പാവമാണ്. കർത്താവെ അത് വരരുതേ. കർത്താവ് ഏത് പ്രയാസത്തിലൂടെ കടത്തിവിടും. അത് പക്ഷെ കർത്താവിന്റെ ഉപദ്രവം വരുന്ന ശിക്ഷ, കർത്താവിന്റെ മഹാക്രോധം വരുന്ന സമയത്തെ കാര്യം, ആ സമയത്ത് നമ്മളാരുടെ കാണത്തില്ല. കർത്താവ് നമ്മളെ കൊണ്ടുപോകും. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് മാനസാന്തരപ്പെടാൻ വേണ്ടി കർത്താവ് തരുന്ന കാര്യങ്ങൾ അത് കർത്താവെ അതുപോലെ ഓർക്കാനും പരാതിപ്പെടാനും ഉള്ളതല്ലാതെ ആവരുതേ കർത്താവെ. കഷ്ടങ്ങൾ എനിക്ക് നഷ്ടമായി തീരല്ലേ കർത്താവെ. അവിടെയല്ല കർത്താവിനെ മുറുകെ പിടിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആശ്വാസം പ്രാപിച്ച് അവിടുത്തെ വെറുമുള്ള കരത്തിൽ താണിപ്പാനും എല്ലാത്തിന്റെയും മുൻപില് കർത്താവിന്റെ കരം കാണാനും യൂദായെ ഒറ്റിക്കൊടുത്തപ്പോഴും കർത്താവ് എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലോ എന്ന് പറഞ്ഞ് ആ കർത്താവിന്റെ ആത്മാവിൽ ദുരന്തോടുമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ അതിനു വേണ്ട പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നിറവും എനിക്ക് തരണം. എനിക്ക് യാതൊരു കഴിവും അതിനുള്ളവളല്ല. എന്നാൽ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി ഇല്ലാതെ നടക്കാനും ഒക്കത്തില്ല. അതുപോലെ ഒരു കാര്യമുണ്ട്, കയ്പ് കലക്കിയ വീഞ്ഞെന്ന് പറഞ്ഞപ്പം പണ്ടൊക്കെ ഉള്ളവർ പറയാറ് കറുപ്പെന്ന് പറഞ്ഞ ഓപ്പിയം കലക്കിയ വീഞ്ഞാണ് അത് കൊടുത്തതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കറുപ്പെന്ന് പറയുന്നതില് തീർച്ചയായും പറഞ്ഞ ലഹരി പിടിക്കുന്ന ഒരു സാധനം. അത് കലക്കിയ വീഞ്ഞ് കൊടുത്തപ്പോ യേശു രുചിച്ചു നോക്കിയപ്പോ അത് കുടിച്ചാൽ ഈ പറഞ്ഞ പോലെ പെയിൻ കില്ലറായിട്ട് പോകും. പണ്ട് നമ്മുടെ ഒരു ജോർബ് ബ്രദർ ഉണ്ടായിരുന്നു കൈനയിൽ. ഇവിടെ എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. എനിക്ക് മരണം ബ്രദറിന് അറിയാൻ തോന്നുന്നു. ഇല്ലല്ലേ? ആ ബ്രദറിന് ക്യാൻസർ കൊടുക്കോ പെയിൻ ഒത്തിരി ആയിട്ടും ബ്രദർ മരുന്ന് എടുക്കത്തില്ലായിരുന്നു. വേദന അറിയാതിരിക്കാനുള്ള കൂടിയ മരുന്നുകളൊക്കെ കൊടുത്തിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനും എനിക്ക് സമ്മതിക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് എന്റെ കർത്താവിനെ കുറിച്ച് ഓർക്കാൻ പറ്റത്തില്ല, ഞാൻ മയങ്ങി പോകുന്നത്. കർത്താവിന്റെ അതേ ആത്മാവില് ആ സഹോദരൻ പറഞ്ഞതും അനുഭവിച്ചതും പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. കർത്താവും ആ കയ്പ് വിലക്ക് വീഞ്ഞു ഒഴിച്ച് കുടിക്കാതിരുന്നത് അവനെ കുറിച്ച് അവിടത്തേക്ക് ചെയ്യാനുള്ള നിവൃത്തിയായി എന്ന് പറയുന്നതും വരെ ചെയ്യാനുള്ളതും പറയാനുള്ളതും എല്ലാം പറയാനുള്ള സുബോധം ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചതുകൊണ്ട് കർത്താവെ എപ്പോഴും കർത്താവെ സുബോധത്തോടെ എപ്പോഴും സുബോധത്തോടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെന്താണെന്നും എന്റെ ഡ്യൂട്ടി എന്താണെന്നും ഉള്ള ആ ഒരു സുബോധത്തിൽ എപ്പോഴും ജീവിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സമർപ്പിക്കുന്നു. എന്നെ തന്നെ താഴ്ത്തി അവന്റെ മുമ്പിൽ നിർത്താനും അവന്റെ ആ വിലയേറിയ ജീവിതം മനസ്സിൽ ഓർത്തുകൊണ്ട് അനുസരിച്ച് ജീവിക്കാനും ദൈവത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞതുപോലെ കർത്താവ് കൊണ്ട് പഠന കേൾക്കുവാൻ കർത്താവ് എന്നെ ചെവി തുറന്നു വന്നപ്പോൾ ഞാൻ അതിനെ മറത്തു പോകാതെ പിന്മാറി പോകാതെ ഇരിക്കുന്നു എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അതുപോലെ വളരെ ചെയ്തു പോയിട്ടുണ്ട്, അംശത കാണിച്ചിട്ടുണ്ട്. പ്രാർത്ഥിപ്പാൻ സമയം കിട്ടിയിട്ടുണ്ട്. അതിന് സമയം വില കൊടുക്കാതെ സമയമല്ല വില കൊടുക്കാതെ ഞാൻ ചെയ്തു പോയിട്ടുള്ള കുറവുകളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും നിനക്കായി കാത്തിരിക്കുവാനും
എന്റെ സന്നിധിയിൽ താണിരിപ്പാനും ദൈവം എന്നെ സഹായിക്കുന്നു. ജോജി ബ്രദർ ഇന്ന് കോൺഫറൻസിന് മൊറേവിയൻ മിഷണറീസിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു മെസ്സേജ് കോട്ടയം ചർച്ചിൽ പ്രസംഗിച്ച ബ്രദർ അത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞ ദിവസം കേട്ടപ്പോ വീണ്ടും കേട്ട്. പക്ഷെ ഇന്ന് ഇത് കർത്താവിന്റെ ആ ഒരു കഷ്ടപ്പാട് അതെല്ലാം അറിഞ്ഞപ്പോഴാണ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറഞ്ഞതിന് ശേഷം വീണ്ടും സന്ദീപേട്ടന്റെ മൊറേവിയൻ മിഷണറീസിന്റെ മോട്ടോനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ അത് മനസ്സിലായത്. ഒരു കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. ഇനി ഇവരെ ദൈവത്തിന് മീൻസ് നമുക്കൊരു പിതാവ് നമുക്ക് വേണ്ടി ഇസ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ അത് എല്ലാം ഇനിയിപ്പോ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ടില്ല. അപ്പൊ അതുപോലത്തെ ഒരു 100% ആയിട്ട് കർത്താവിനെ തന്നെ തന്നു. അപ്പൊ എനിക്ക് ഇനി തിരിച്ച് അതിനെന്ത് ചെയ്യാനുള്ള എന്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ഇനിയും എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനും തോന്നുന്നത് പറയാനും എനിക്കിഷ്ടമുള്ളത് കാണാനും അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ചെയ്യാനോ ഉള്ള ജീവിതം അല്ല ഇത്. മറിച്ച് കർത്താവ് എന്നിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ എന്ന് പറയുന്ന പോലെ കർത്താവ് സ്വർഗം വിട്ട് മുമ്പ് സന്ധ്യവട്ടം പറഞ്ഞപ്പോ കർത്താവിന് അത് തന്നെ ആയിരുന്നു ഇഷ്ടം. അവിടെ നിന്ന് എന്നെ സ്നേഹിച്ച് കൃഷി മനസ്സിലാൻ സ്വർഗത്തിൽ നിന്ന് വിട്ട് ഇറങ്ങി. എന്നാൽ പോലും ഇവിടെ വന്നപ്പം കർത്താവിന് ഒരു സ്വന്തം ഹിതം ഉണ്ടായത്. അപ്പൊ എനിക്ക് എത്രമാത്രം അതിന്റെ 10 ഇരട്ടി കാണും. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഏതാണ്ടും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല, മറിച്ച് ഒത്തിരി മീൻസ് ഡീപ്പ് റൂട്ടഡ് ആണ് ഈ മൈ വില്ലെന്ന് പറയുന്നത്. എനിക്ക് ഓരോ കാര്യം എടുക്കുമ്പോഴും അവിടെ എനിക്കൊരു ഇഷ്ടമുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യാനും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എന്നെ കർത്താവ് ഓരോന്നോരോന്ന് കാണിക്കുമായിരുന്നു. എനിക്ക് ഒരു ഇപ്പം സർവന്റിനോട് ഡീൽ ചെയ്യുന്നതാവട്ടെ, പേഷ്യൻസിനോട് ഡീൽ ചെയ്യട്ടെ, എല്ലാം എനിക്ക് അല്ലെങ്കിൽ മക്കളോട് ഡീൽ ചെയ്യുന്നത്, ഹസ്ബൻഡിനോട് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിനും എനിക്ക് എന്റേതായിട്ടുള്ള കുറെ ഇഷ്ടങ്ങൾ അത് ആ രീതിയിൽ തന്നെ ഞാൻ ചെയ്യത്തുള്ളൂ. പക്ഷെ അതെല്ലാം മാറണം. ഒത്തിരി ഒരു കംപ്ലീറ്റ് ആയിട്ട് ടേൺ 180 എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് കർത്താവിന് എന്റെ കരച്ചിലോ അല്ലെങ്കിൽ ഞാൻ 2 പാട്ട് പാടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോട്ടിട്ടതോ അതൊന്നും അല്ല കർത്താവിന് വേണ്ടത്. മറിച്ച് കംപ്ലീറ്റ് ആയിട്ട് അടിമുടി ചേഞ്ചായ ഒരു ലൈഫ് തന്നെ വേണം ഇതിന്റെ ഒരു പ്രതിഫലമായിട്ടെന്നുള്ള കാര്യം കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു. അതുകൊണ്ട് എനിക്കായിട്ട് തന്നെ ജീവിക്കണ്ട എന്നുള്ള ഒരു കാര്യം എനിക്ക് കൂടുതൽ അത് ക്ലിയർ ആയി അവര് പറഞ്ഞ ഒരു പോട്ട്. പിന്നെ ഈ ഒത്തിരി വരുന്ന ദിവസങ്ങളൊക്കെ ദൈവം കാര്യങ്ങള് എന്റെ ലൈഫിൽ ഞാൻ മാറ്റുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വിക്ടർ ബ്രദർ അവിടെ പറഞ്ഞ ഒരു കാര്യം ഇന്നും പറഞ്ഞല്ലോ, ഐ വാസ് നോട്ട് ഡിസൊബീഡിയന്റ് നോട്ട് ഡിഡ് ഐ ടേൺ ബാക്ക്. അതെനിക്ക് ബ്രദർ ആദ്യം പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ തോന്നി. എന്ത് ബ്രദർ, കാരണം എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ചില സാഹചര്യങ്ങൾ വരുമ്പോ അവിടെ ഒന്ന് മാറിയിരിക്കാനുള്ള ഒരു ഇപ്പൊ തന്നെ മറ്റേ വീഞ്ഞു കുടിക്കുന്ന കാര്യം, അതായത് നമുക്ക് കുറച്ചൊന്ന് ഈ ഒരു സിറ്റുവേഷന് അത് ഒന്ന് അവോയ്ഡ് ചെയ്ത് അപ്പുറത്തോട്ടൊന്ന് പോയി ഒന്നിരുന്ന് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും. പക്ഷെ കർത്താവ് അങ്ങനെ അതിനു വേണ്ടിയിട്ടല്ല വരുന്നിരുന്നത്. കർത്താവ് ഓരോ സിറ്റുവേഷനിലും കർത്താവ് അവിടെ അവസാനത്തെ അങ്ങനെ ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, മൊഴിയേഴും ചൊല്ലി നാഥൻ പറഞ്ഞുകൊണ്ട് അത് ശരിക്കും ആ കാര്യങ്ങളെല്ലാം ഓരോ 100% ആയിട്ട് കർത്താവ് ആ സാഹചര്യത്തിൽ അങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കാനും ഒന്നുമല്ല. അതുപോലെ എന്റെ ലൈഫും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒരു കോണിൽ പോയി ഇരിക്കാനും ആയിട്ടല്ല ദൈവം എന്നെ ഇവിടെ എത്രയും പാടൊക്കെ പെട്ട് എന്നെ ഇവിടെ ദൈവം രക്ഷിച്ചെടുത്തേക്കുന്നത്. മറിച്ച് എന്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് സാക് ബ്രദർ എന്ന അവസാനത്തെ സെഷനിൽ പറഞ്ഞപ്പോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയണമെങ്കിൽ എന്ത് നിങ്ങൾക്ക് നിങ്ങളെ പിടിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾ കൊടുക്കാനായിട്ട് റെഡിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കുറെ ഫ്രണ്ട്ഷിപ്സോ എന്തെങ്കിലും നിങ്ങളുടെ കുറെ ഐഡൽസ് കാണും, അതെല്ലാം നിങ്ങൾ മാറ്റി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കത്തുള്ളൂ. അപ്പം എന്റെ ലൈഫിലും അങ്ങനെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ മാറിയിരിക്കാനോ കുറച്ച് സൂതിങ് ആയിട്ട്
എന്തെങ്കിലും ഒരു പാട്ടൊക്കെ കേട്ട് അവിടെ അതിനു വേണ്ടിയിട്ടല്ല, മറിച്ച് അവിടെയും ദൈവഹിതം ചെയ്യാനും ദൈവം ആഗ്രഹിക്കുന്ന പോലെ അവിടെ നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക് എന്നുള്ള പാട്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വരുമായിരുന്നു. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. അവിടെ ടേണിംഗ് ബാക്ക് ഒന്നും ഇല്ല. ഇനിയിപ്പം കർത്താവിന്റെ പുറകിലായിട്ട് പോവുക. അവിടെ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ കർത്താവ് കാര്യങ്ങളെല്ലാം മറ്റേ ആ മുഖത്തിന്റെ കാര്യം പറഞ്ഞ പോലെ അവിടെ ഒരു സൈഡ് കർത്താവുണ്ട്, ഒരു സൈഡ് ഞാനുണ്ട്. കർത്താവ് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരും. കർത്താവിനോട് ചേർന്നിരുന്ന ക്രൂശിന്റെ വഴി പോയാലും എനിക്ക് അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കും. എനിക്കെല്ലാം കർത്താവിനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ജീവിതമാണ് കർത്താവ് ജീവിക്കാനായിട്ട് എന്നുള്ള ഒരു